നമസ്കാരം, എല്ലാവരും സേഫായി സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ചെയ്യുന്നത് ഒരു ഡെസേർട്ട് ഐറ്റമാണ്. കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിമ്പിൾ ഡെസേർട്ട്, സ്ട്രോബെറി യോഗർട്ട്. ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ഒന്നും ചേർക്കാതെ തന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഹെൽത്തിയായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1/2 കപ്പ് ഫ്രോസൺ സ്ട്രോബെറീസാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി വേണ്ടത് 1 കപ്പ് ഗ്രീക്ക് യോഗർട്ടാണ്. ഗ്രീക്ക് യോഗർട്ടിൽ ജലാംശം വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിനു പകരം നമ്മുടെ കയ്യിലുള്ള സാധാരണ തൈര് തന്നെ ഒരു തുണിയിലോ സ്ട്രെയിനറിലോ 4-5 മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജലാംശം മുഴുവനും മാറിക്കിട്ടും. അതിനുശേഷം ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സിയുടെ ജാറിലോ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ആദ്യം നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് സ്ട്രോബെറീസ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഫ്രഷ് സ്ട്രോബെറീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ചെറുതായി മുറിച്ച ശേഷമാണ് ഇതുപോലെ മാഷ് ചെയ്യേണ്ടത്. ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാനിത് ചെറുതായി മുറിക്കാഞ്ഞത്. ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ മാഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ചെറുതായി മുറിച്ച് കൊടുക്കുക. സ്ട്രോബെറിയുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. നമ്മൾ യോഗർട്ടും സ്ട്രോബെറീസും ഒക്കെ തണുപ്പിച്ച ശേഷമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുണ്ടാക്കിയ ഉടനെ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഉണ്ടാക്കി കൂടുതൽ സമയം വെച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഗർട്ടും സ്ട്രോബെറീസും എല്ലാം തണുപ്പിച്ചിട്ടുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ റെഡിയാണ്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് യോഗർട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മാഷ് ചെയ്ത സ്ട്രോബെറീസും മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെസേർട്ട് റെഡിയായി കഴിഞ്ഞു. ഇതേ റെസിപ്പി തന്നെ നമുക്ക് മാംഗോ ഉപയോഗിച്ചിട്ടോ ബ്ലൂബെറീസ് ഉപയോഗിച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. ഫ്രൂട്ട് യോഗർട്ട് ഇനി പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ കുട്ടികൾക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡെസേർട്ടാണ്. മാംഗോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് അരച്ചെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബെറീസൊക്കെ ആകുമ്പോൾ അതിൽ നിന്ന് ജ്യൂസ് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലൂസായി പോവും. അതുകൊണ്ട് മാഷ് ചെയ്തെടുത്തിട്ട് ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവരും സേഫായി സന്തോഷമായിരിക്കുക. വീണ്ടും കാണാം. Thank you.